ഇന്ന് സംഭവിച്ച വാർത്തകൾ വിശദമായി പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. വികസന തിരയിൽ വിഴിഞ്ഞം. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്ത് കൂറ്റൻ മദർഷിപ്പ് അടുത്തു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മേഴ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ടോടുകൂടിയാണ് തുറമുഖത്തേക്ക് സ്വീകരിച്ചത്. ബർത്തിംഗ് പൂർത്തിയാക്കി കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കുകയാണ്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി രാവിലെ 7 മണിയോടെ സാൻ ഫെർണാണ്ടോ കേരളത്തിന്റെ കണ്ണിൽ തെളിഞ്ഞു. വിഴിഞ്ഞത്ത് നിന്ന് സാൻ ഫെർണാണ്ടോയെ ടഗ് ഷിപ്പുകൾ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. തുറമുഖ മന്ത്രി VN വാസവൻ ബർത്തിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ടഗ് ബോട്ടുകൾ ചേർന്ന് സാൻ ഫെർണാണ്ടോയുടെ ബർത്തിംഗ് യാഥാർത്ഥ്യമാക്കി. പതിനൊന്നരയ്ക്ക് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. 12:15 ആദ്യ കണ്ടെയ്നറിനെ ക്രെയിൻ ഉയർത്തി യാർഡിലെത്തിച്ചു. ഓരോ ക്രെയിനുകളുടെയും പ്രവർത്തനശേഷി പരിശോധിച്ചു വരികയാണ്. ഇന്ന് മുഴുവൻ തുടരുന്ന അൺലോഡിംഗ് നാളെയോടെ അവസാനിപ്പിക്കും. ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനു ശേഷം നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് യാത്ര തിരിക്കും. പിന്നാലെ 2 ഫീഡർ കപ്പലുകൾ തുറമുഖത്തെത്തും. തുറമുഖത്തിറക്കിയ ചരക്കുകൾ ഫീഡർ കപ്പലുകൾ രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കും. അടുത്ത 2 മാസം മദർഷിപ്പുകൾ ഉൾപ്പെടെ വന്നുപോകും. സെപ്റ്റംബറിൽ തുറമുഖം കമ്മീഷനിംഗ് നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തെ ആദ്യ മദർ പോർട്ടായി മാറിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. വരും ദിവസങ്ങളിലും കൂറ്റൻ മദർഷിപ്പുകൾ തുറമുഖത്തേക്ക് അടുക്കും. കേരളത്തിനാകട്ടെ വികസനത്തിന്റെ പുതിയ വാതിൽ തുറന്നിടുന്നു വിഴിഞ്ഞം തുറമുഖം. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. അതിനിടെ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് തുടരുകയാണ്. സ്വപ്നം തീരമണയുന്നുവെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന ആരോപണവുമായി UDF രംഗത്തെത്തി. തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്ത് സ്വപ്നം തീരമണയുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കപ്പൽ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ തുറമുഖത്തിൻ്റെ വികസന വീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകൃതിദത്തമായ ഒരു അനുഗ്രഹീതമായ ഘടകം, അതിൻ്റെ സൗന്ദര്യവും സൗകര്യവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ളതാണ്. സ്വീകരണ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെതിരെ UDF നേതാക്കൾ രംഗത്തെത്തി. ക്രെഡിറ്റ് UDFന് പോകുമെന്ന ഭയം കൊണ്ടാണ് പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുന്നത് എന്ന് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത്. കാരണം അത് UDFന്റെ കുഞ്ഞാണ്. ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല. അത് അവരുടെ ഔചിത്യം, അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് UDFന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ടത് സാമാന്യ മര്യാദയായിരുന്നെന്ന് രമേശ് ചെന്നിത്തല. ചടങ്ങ് UDF ബഹിഷ്കരിക്കില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ്. കഴിഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് UDF കൺവീനർ MM ഹസൻ. അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്, UDFന്റെ ബേബിയാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. UDF സർക്കാരിൻ്റെ പങ്കിനെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും ശശി തരൂരുമെല്ലാം അവിടെ പരാമർശിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാത്തതിനാൽ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂർ MP വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജേനറ്റോ പങ്കെടുക്കില്ല. എറണാകുളത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുണ്ടെന്നാണ് വിശദീകരണം. 24 തിരുവനന്തപുരം.
ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്ത. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ 138 അധിക താത്കാലിക ബാച്ച് അനുവദിച്ചു. മലപ്പുറത്ത് 120ഉം കാസർഗോട്ട് 18 ബാച്ചുകളുമാണ് അനുവദിച്ചത്. എന്നാൽ മലബാറിലെ മറ്റു ജില്ലകളിൽ കൂടി ബാച്ചുകൾ അനുവദിക്കണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രത്യേക പ്രസ്താവനയിലാണ് അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് വ്യക്തമാക്കിയത്. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച 2 അംഗ സമിതിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ 2024-25 അധ്യയന വർഷത്തിൽ +1 പ്രവേശനത്തിന് 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള മുഖ്യ അലോട്ട്മെന്റുകൾ കഴിഞ്ഞപ്പോഴും പ്രവേശനം ലഭിക്കാത്ത മലപ്പുറം, കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ +1 പ്രവേശനത്തിനായി പ്രസ്തുത ജില്ലകളിൽ താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിക്കുകയാണ്. ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ 59 ബാച്ചുകളും കൊമേഴ്സ് കോമ്പിനേഷനിൽ 61 ബാച്ചുകളുമാണ് മലപ്പുറത്ത് അനുവദിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 1 സയൻസ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 13 കൊമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെയാണ് 18 ബാച്ചുകൾ അനുവദിച്ചത്. ബാച്ചുകൾ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ ഇത് പര്യാപ്തമല്ലെന്നും പ്രതിപക്ഷം. കോഴിക്കോട്, അതുപോലെ പാലക്കാട്, വയനാട് ജില്ലകളിൽ കൂടി ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അവിടെയും ധാരാളം കുട്ടികൾക്ക് സീറ്റ് കിട്ടാതെ അവർക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി പോലും പഠിക്കാൻ അവസരം ഒരു കുട്ടിക്ക് പോലും നിഷേധിക്കപ്പെടരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. 138 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് ഒരു വർഷം 14,90,40,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകും. ഇതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എന്നാൽ താൽക്കാലിക ബാച്ചുകൾ അപര്യാപ്തമെന്നാരോപിച്ച് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം. CAG റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിന് വിമർശനം. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പ്രധാന കാരണം വനംവകുപ്പിനുണ്ടായ വീഴ്ചയെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. വന്യജീവി ആവാസ വ്യവസ്ഥയുടെ പരിപാലനത്തിൽ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. KSEBയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനും റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമുണ്ട്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് CAG റിപ്പോർട്ടിലെ വിമർശനം. മുഴുവൻ കേസുകളിൽ 12.48% കേസുകളും വയനാട്ടിൽ നിന്നാണ്. വനം വനേതര ഭൂമി വേർതിരിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടെന്നും CAG വിമർശിച്ചു. ആനത്താരകൾ സംരക്ഷിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു. റേഡിയോ കോളർ സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടതിലും CAG സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. KSEBയ്ക്കെതിരെയും ഓഡിറ്റ് റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. 26,401 കോടിയുടെ ഫണ്ട് പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിന് നൽകിയില്ല. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ KSEB ശമ്പള പരിഷ്കരണം നടപ്പാക്കി. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികളിലും പാളിച്ചയുണ്ടായി. പൊതുമരാമത്ത് വകുപ്പിന്റെ ആസൂത്രണമില്ലായ്മ കെട്ടിട നിർമ്മാണ ജോലികളിൽ കാലതാമസം ഉണ്ടാക്കുന്നുവെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. പ്രകൃതി സൗഹൃദ കെട്ടിട നിർമ്മാണ രീതികൾ അംഗീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് വിമുഖതയാണ്. ദുരന്ത മുന്നൊരുക്കത്തിലും വകുപ്പിന് അലംഭാവമുണ്ടെന്നും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 24 തിരുവനന്തപുരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിച്ചു. സുപ്രധാന ബില്ലുകളും ധനാഭ്യർത്ഥനകളും പാസാക്കിയാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. സമാപന ദിവസം മന്ത്രി MB രാജേഷും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരിനും സഭ വേദിയായി. സഭ സമ്മേളിച്ച 19 ദിവസത്തിൽ 12 ദിവസം ധനാഭ്യർത്ഥനകളുടെ പരിഗണനയ്ക്കായി മാറ്റിവെച്ചു. കേരള മുനിസിപ്പാലിറ്റി ബിൽ, കേരള പഞ്ചായത്ത് രാജ് ബിൽ, കേരള നികുതി വസൂലാക്കൽ ബിൽ, കേരള ധനകാര്യ ബിൽ എന്നീ സുപ്രധാന ബില്ലുകൾ സഭ പാസാക്കി. 2023 കേരള പൊതുരേഖാ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ബജറ്റിനെയും ഉപധനാഭ്യർത്ഥനകളെയും സംബന്ധിച്ച മുൻ വർഷങ്ങളിലെ ധനവിനിയോഗ ബില്ലുകളും സഭ പാസാക്കി. സഭ സമ്മേളിച്ച 123 മണിക്കൂർ 16 മിനിറ്റിൽ ധനകാര്യ ബിസിനസ്സിനായി 45 മണിക്കൂർ 10 മിനിറ്റും നിയമനിർമ്മാണത്തിനായി 14 മണിക്കൂർ 19 മിനിറ്റുമാണ് വിനിയോഗിച്ചത്. വിവിധ വിഷയങ്ങളിൽ ശക്തമായ ഭരണപ്രതിപക്ഷ പോരും സഭയിലുണ്ടായി. സമാപന ദിവസം മന്ത്രി MB രാജേഷും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള വാക്പോരിനും സഭ വേദിയായി. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റത്തെ ചൊല്ലിയായിരുന്നു വാക്പോര്. പ്രതിപക്ഷ നേതാവിന് ധാർഷ്ട്യവും പുച്ഛവും പരിഹാസവുമാണെന്ന് മന്ത്രി MB രാജേഷ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും പരിഹസിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. പരിഹാസം, പുച്ഛം, ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ്. എന്നാൽ ധാർഷ്ട്യം, പുച്ഛം, പരിഹാസം തുടങ്ങിയവയുടെ ചാപ്പ തൻ്റെ മേൽ കുത്തണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതിന് ചേരുന്നയാൾ അപ്പുറത്തുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം, ധാർഷ്ട്യം, പുച്ഛം, അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് എനിക്ക് ചേരുന്നതല്ല. അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ ചാപ്പ എൻ്റെ മീതെ കുത്തണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ.
പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്ന് മന്ത്രി ആർ ബിന്ദു ആരോപിച്ചു. എന്നാൽ ആരോപണം പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചു. 24 തിരുവനന്തപുരം. PSC നിയമനക്കോഴ ആരോപണത്തിൽ നേതൃത്വത്തിന് വിശദീകരണം നൽകി CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും നടപടി ഭയക്കുന്നില്ലെന്നും പ്രമോദ് കോട്ടൂളി പ്രതികരിച്ചു. ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ലെന്നും പാർട്ടി നേതൃത്വത്തിന് പ്രമോദിന്റെ കുറ്റപ്പെടുത്തൽ. PSC അംഗ നിയമനത്തിന് 22 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ ചൊവ്വാഴ്ചയാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടിയത്. PSC നിയമനവുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയതെങ്കിലും നോട്ടീസിൽ പരാമർശിക്കുന്നത് പ്രമോദ് കോട്ടൂളിയുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധവും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ചാണ്. 2 ദിവസത്തിനു ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രമോദ് മറുപടി നൽകി. ആരോപണങ്ങൾ തള്ളിയ പ്രമോദ് വസ്തുത പുറത്തുവരണമെന്ന് ആവശ്യപ്പെട്ടു. വീട് ജപ്തി ഭീഷണിയിലാണെന്നും പ്രമോദ്. അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളൊരു കുറ്റം ചെയ്യണം അല്ലേ? ആ കുറ്റം ചെയ്യണമെങ്കിൽ അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, ആര് ചെയ്ത് തെളിയിക്കപ്പെടണ്ടേ? ഞാൻ എൻ്റെ പൊതുജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. 22 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഈ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ അദാലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിരിക്കുന്നവർ മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല. ആരോപണം മാധ്യമ സൃഷ്ടി മാത്രം എന്നായിരുന്നു CPIM നേതാക്കളുടെ പ്രതികരണം. എന്നാൽ മേഖലാ റിപ്പോർട്ടിങ്ങിനിടെ പ്രമോദിനെതിരെ ഒരു വിഭാഗം അന്വേഷണം ആവശ്യപ്പെട്ടതോടെയാണ് ജില്ലാ സെക്രട്ടറി വിശദീകരണം ചോദിച്ചത്. വിശദീകരണക്കുറിപ്പ് പരിശോധിച്ച ശേഷം ശനിയാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് നടപടി സ്വീകരിക്കും. 24 കോഴിക്കോട്. CPIMന് പിന്നാലെ CPIയിലും കോഴ വിവാദം. സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനായി പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ ചില മണ്ഡലം സെക്രട്ടറിമാർ പണം വാങ്ങിയെന്നാണ് പരാതി. പണം നൽകാൻ തയ്യാറാകാതിരുന്ന CPI സർവീസ് സംഘടനാ നേതാവിനെ ഹോസ്ദുർഗിലേക്ക് സ്ഥലം മാറ്റിയതായും പരാതി ഉയർന്നു. കോഴ ആരോപണം അന്വേഷിക്കണമെന്ന് കാട്ടി കോന്നി ലോക്കൽ സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി നൽകിയ പരാതിയുടെ പകർപ്പ് 24ന് ലഭിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലമാറ്റം നൽകാമെന്ന് പറഞ്ഞാണ് CPI നേതാക്കൾ പണം വാങ്ങിയതായി പരാതി ഉയർന്നത്. കോന്നി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ സ്ഥലമാറ്റത്തിന് വാങ്ങിയതായും CPI കോന്നി ലോക്കൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. സ്ഥലമാറ്റത്തിന് പണം നൽകാതിരുന്ന CPI ജോയിന്റ് കൗൺസിൽ നേതാവിനെ ഹോസ്ദുർഗിലേക്ക് സ്ഥലം മാറ്റി. പിന്നീട് ഇതേ ഉദ്യോഗസ്ഥനെ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലേക്ക് സ്ഥലം മാറ്റിയതായും കത്തിൽ പറയുന്നു. പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ ചില മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാരാണ് മന്ത്രിമാർക്കുൾപ്പെടെ നൽകാനെന്ന പേരിൽ പണം വാങ്ങുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കോന്നി ലോക്കൽ സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കത്ത് നൽകിയത്. എറണാകുളത്തു നിന്നും സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. അഴിമതി ആരോപണത്തിന്റെ തെളിവുകൾ കൈവശമുണ്ടോ എന്നും ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. മന്ത്രിമാരെ ഉൾപ്പെടെ അഴിമതിയുടെ നിഴലിൽ നിർത്തുന്നതാണ് പുതിയ പരാതി. വിഷയത്തിൽ പാർട്ടി തലത്തിൽ അന്വേഷണം ആരംഭിച്ചതായും സൂചനയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണ വിധേയനായ നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ പണം വാങ്ങിയെന്ന പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരെ ഉൾപ്പെടെ അഴിമതി ആരോപണത്തിന് നിഴലിലാക്കിയ സംഭവത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. S. ശ്യാംകുമാർ, 24 കൊച്ചി. പത്തനംതിട്ടയിൽ BJP വിട്ട് CPIMൽ ചേർന്ന യുവാവിനെ കഞ്ചാവ് കേസിൽ പിടികൂടിയത് തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് എക്സൈസ്. മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണന്റെ പക്കൽ നിന്ന് കഞ്ചാവും അത് വലിക്കാനുള്ള ഉപകരണവും പിടികൂടിയെന്ന് പത്തനംതിട്ട എക്സൈസ് വിഭാഗം റിപ്പോർട്ട് നൽകി. അതിനിടെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണവുമായി പത്തനംതിട്ട പോലീസ് മേധാവിക്ക് യദുകൃഷ്ണൻ പരാതി നൽകി. കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനൊപ്പം CPIMലെത്തിയ പത്തനംതിട്ട മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണനെ കഴിഞ്ഞ ദിവസമാണ് 2 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പിടികൂടുന്നത്. തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ കള്ളക്കേസാണെന്ന ആരോപണവുമായി CPIM നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പത്തനംതിട്ട എക്സൈസ് വിഭാഗം വിശദമായ റിപ്പോർട്ട് നൽകിയത്. യദുകൃഷ്ണനിൽ നിന്നും കഞ്ചാവും അത് വലിക്കാനുപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെടുത്തു. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുമ്പഴയിൽ പരിശോധന നടത്തിയതെന്നും റിപ്പോർട്ടിൽ പരാമർശം. യദുകൃഷ്ണനെ കള്ളക്കേസിൽ കുടുക്കാൻ താൻ ആരുമായും ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്ന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായ M. അസീസ്. നമുക്കൊരു വരില്ല, നമ്മൾ അവിടെ പോയി കാണുന്ന സാറ് കൂടെ പോയി കണ്ടു, അവനെടുത്താണ് കേസുകൾ. നമുക്ക് ആരോടും ഒരടുപ്പവുമില്ല, പരിചയവുമില്ല, അറിയത്തുമില്ല. കണ്ട കാര്യം കണ്ട പോലെ മാസ്റ്ററിലുണ്ടത്.
അതേസമയം തനിക്കെതിരെ ഒരു തെളിവും എക്സൈസിന്റെ പക്കലില്ലെന്നും തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും കാണിച്ച് യദുകൃഷ്ണൻ പത്തനംതിട്ട എസ്.പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാഫ് കൈവേലം ഉണ്ടായിരുന്നു കയ്യിൽ, അതൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് പാർട്ടി ആരാന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. സാറ് വരട്ടെ, ഒന്നുമില്ല, പറ്റിയേ ഉള്ളൂ, പറഞ്ഞു വിട്ടേക്കാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ഇങ്ങനെ ഒരു വാർത്തയും മീഡിയയിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു ഭാവി, എനിക്കൊരു 22 വയസ്സായിട്ടുള്ളൂ, എനിക്ക് നാളെ ജീവിക്കണ്ടേ. 24 പത്തനംതിട്ട. സംസ്ഥാനത്ത് 2 പേർ കൂടി പനി ബാധിച്ച് മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാൾ മരിച്ചു. പ്രതിദിന പനി ബാധിതർ 13,000-ന് മുകളിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 7 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 5 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 7ആയി. ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലുള്ള 3 പേരും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 2 പേരുമാണ് ഇന്ന് കോളറ പോസിറ്റീവായത്. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള 21 പേരിൽ ഇനിയും പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. അതേസമയം നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിലുണ്ടായ കോളറ വ്യാപനത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പിന് കണ്ടെത്താനായിട്ടില്ല. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമാണ്. പകർച്ചപ്പനി ബാധിച്ച് ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,196 പേർ. 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 416 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. നോർത്ത് കളമശ്ശേരി സ്വദേശി ഇബ്രാഹിം ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചു. അതിനിടെ പകർച്ചപ്പനി പ്രതിരോധം പാളിയെന്നാരോപിച്ച് കളമശ്ശേരി നഗരസഭയിൽ LDF പ്രതിഷേധം നടത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ആശുപത്രിയിൽ കഴിയുന്ന 14-കാരന് ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകിയാണ് ചികിത്സ. ഒരാഴ്ചത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കുട്ടിക്ക് ആശുപത്രി വിടാനാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മലപ്പുറം തിരൂരിൽ സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2.25 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാനില്ല. ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഗോഡൌൺ ഓഫീസർ ഇൻചാർജിനെ ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ NFSA ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2,78,74,579 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളാണ് കാണാതായത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സ്റ്റോക്ക് വെരിഫിക്കേഷനിലാണ് ഇക്കാര്യം വ്യക്തമായത്. പിന്നാലെ NFSA മാനേജർ, കോഴിക്കോട് സപ്ലൈകോ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് തുടങ്ങിയവർ നടത്തിയ പരിശോധനയിൽ സാധനങ്ങളുടെ കുറവ് ഉറപ്പായി. സപ്ലൈകോ ഡിപ്പോ മാനേജർ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ 8 ജീവനക്കാരെ സപ്ലൈകോ സസ്പെൻഡ് ചെയ്തു. 2-3 വർഷത്തിനിടെയാണ് ഇത്രയധികം സാധനങ്ങൾ കാണാതായത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഒരു വർഷം ശരാശരി 14,000 ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. താന്നൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഗോഡൌണിൽ പരിശോധന നടത്തി. ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സപ്ലൈകോ ഗോഡൌൺ ഓഫീസർ ഇൻചാർജിനെ ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. സമീർ ബിൻ കരീം, 24 തിരൂർ. സംസ്ഥാനത്ത് IAS IPS ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ബീക്കൺ ലൈറ്റും ഗവൺമെന്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ അനധികൃത ബോർഡുകളും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുവെന്ന് ഹൈക്കോടതി. അനധികൃതമായി സർക്കാർ ബോർഡ് വെച്ചവർക്ക് എന്ത് പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു. കേരളത്തിൽ മാത്രമാണ് ഇത്തരം രീതിയെന്നും കോടതി കുറ്റപ്പെടുത്തി. വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച വിഷയം പരിഗണിക്കവെയാണ് അനധികൃത ബീക്കൺ ലൈറ്റും അനധികൃതമായി സർക്കാർ ബോർഡുകളും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശനം നടത്തിയത്. സംസ്ഥാനത്തെ IAS IPS ഉദ്യോഗസ്ഥർ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു IG ബീക്കൺ ലൈറ്റ് ഇട്ടാണ് വീട്ടിലേക്ക് പോയത്. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ് ബീക്കൺ ലൈറ്റ് എന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. നിയമം ലംഘിക്കപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തത് എന്താണെന്നും കോടതി ചോദ്യമുയർത്തി. ഗവൺമെന്റ് സെക്രട്ടറിമാരടക്കമുള്ളവർ സർക്കാർ എന്നെഴുതിയ അനധികൃത ബോർഡുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഈ രീതിയെന്നും കോടതി വ്യക്തമാക്കി. മേയർമാരുടെ വാഹനങ്ങളിൽ പോലും ഹോൺ പുറത്താണ് വച്ചിരിക്കുന്നതെന്നും കോടതി കുറ്റപ്പെടുത്തി. പല വാഹനങ്ങളിലും ഫ്ലാഷ് ലൈറ്റുകളും ഉപയോഗിക്കുന്നതായും കോടതി കണ്ടെത്തി. നിയമവിരുദ്ധമായി വാഹനമോടിച്ച ആകാശ് തില്ലങ്കേരിയുടെ വാഹനം പിടിച്ചെടുത്തതായി സർക്കാർ കോടതിയെ അറിയിച്ചു. ജീപ്പിന്റെ കളർ ഫോട്ടോയടക്കം നാളെ ഹാജരാക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 24 കൊച്ചി. ആലപ്പുഴയിൽ CPIM ജില്ലാ പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സഞ്ജു ടെക്കി പങ്കെടുക്കില്ല. പരിപാടിക്ക് എത്തില്ലെന്ന് സഞ്ജു ടെക്കി അറിയിച്ചതായി സംഘാടകർ പറഞ്ഞു. CPIM ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് സഞ്ജുവിനെ മുഖ്യാതിഥിയാക്കിയത്. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയതുൾപ്പെടെ ഗതാഗത നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ശിക്ഷ അനുഭവിച്ച ആളാണ് സഞ്ജു ടെക്കി. കേസിന്റെ നടപടികൾ കോടതിയിൽ തുടരുകയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് നോട്ടീസിൽ സഞ്ജുവിനെ വിശേഷിപ്പിച്ചത്. നാട്ടുകാരനെന്ന നിലയിലാണ് സഞ്ജുവിനെ മാഗസിൻ പ്രകാശനത്തിലേക്ക് ക്ഷണിച്ചതെന്നായിരുന്നു
ജില്ലാ പഞ്ചായത്തിന്റെ വിശദീകരണം. എന്നാൽ നോട്ടീസിലടക്കം ചിത്രവും പേരും ഉൾപ്പെടുത്തി പരസ്യപ്പെടുത്തിയതോടെ സംഭവം വിവാദമായി. ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM നേതാവുമായ റിയാസ് ആയിരുന്നു പരിപാടിയുടെ സംഘാടകൻ. ഒടുവിൽ സംഭവം വിവാദമായതോടെ സഞ്ജു തന്നെ പരിപാടിക്ക് വരുന്നില്ലെന്ന നിലപാടറിയിച്ചതായി സംഘാടകർ പറയുന്നു. 24 ആലപ്പുഴ. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. ഇത്തവണത്തെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചു. ആലപ്പുഴ സ്വദേശി P ദേവാനന്ദനാണ് ഒന്നാം റാങ്ക്. പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് മിന്നും വിജയം. ആദ്യ 8 റാങ്കുകളിൽ 7 ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് കരസ്ഥമാക്കിയത്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫലം പുറത്തുവന്നപ്പോൾ 14 ജില്ലകളിൽ 13 ഒന്നാമതെത്തിയത് പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ വിദ്യാർത്ഥിയായ ആലപ്പുഴ സ്വദേശി P ദേവാനന്ദന് ഒന്നാം റാങ്ക്. മലപ്പുറം സ്വദേശി ഹാഫിസ് റഹ്മാൻ എലിക്കോട്ടിലാണ് 2ാം റാങ്ക് കരസ്ഥമാക്കിയത്. പത്തനംതിട്ട സ്വദേശി അലൻ ജോണി അനിലിന് 3ാം റാങ്കും കോട്ടയം വൈക്കം സ്വദേശി ജോർഡൻ ജോയിക്ക് 4ാം റാങ്കും. തിരുവനന്തപുരം സ്വദേശി അതുൽ PT 6ാമതും കണ്ണൂർ സ്വദേശി സൗരവ് ശ്രീനാഥ് 7ാമതുമെത്തി. തിരുവനന്തപുരം സ്വദേശിയായ പ്രത്യുഷ് P ആണ് 8ാം റാങ്ക് സ്വന്തമാക്കിയത്. SC വിഭാഗത്തിൽ ബ്രില്യന്റിലെ ധ്രുവ് സുമേഷും ST വിഭാഗത്തിൽ അഭിജിത് ലാലും 1ാം റാങ്ക് കരസ്ഥമാക്കി. ആദ്യ 50 റാങ്കിൽ ബ്രില്യന്റിലെ 38 വിദ്യാർത്ഥികളും ആദ്യ 100 റാങ്കിൽ 77 പേരും ആദ്യ 500 റാങ്കിനുള്ളിൽ 330-ലധികം വിദ്യാർത്ഥികളും ഇടം നേടി. ഇതോടെ ഈ വർഷത്തെ നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, ഐസർ, കീം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവേശന പരീക്ഷകളിലും ദേശീയതലത്തിലും സംസ്ഥാനത്തും പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ വിജയത്തിന്റെ മറുപേരായി മാറിയിരിക്കുന്നു. 24 കോട്ടയം. ഇന്ന് സംഭവിച്ച മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം ചുരുക്കത്തിൽ. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിൽ നിലവിലെ സാഹചര്യം ആരാഞ്ഞ് ഹൈക്കോടതി. കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. റോഡ് നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയെന്നും എല്ലാവരും തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുവെന്നും ദേശീയപാത അതോറിറ്റി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഈ മാസം 18 മാറ്റി. പുനഃപരീക്ഷയെ എതിർത്ത് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 52,500 പേരാണ് റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. ആലപ്പുഴ സ്വദേശി P ദേവാനന്ദൻ 1ാം റാങ്ക്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഹഫീസ് റഹ്മാൻ 2ാം റാങ്കും കോട്ടയം സ്വദേശി അലൻ ജോണി അനിൽ 3ാം റാങ്കും നേടി. സിനഡ് കുർബാന തർക്കത്തിൽ കാക്കനാട് സെയിന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ വീണ്ടും പ്രതിഷേധം. കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് ഒരു വിഭാഗം പ്രതിഷേധവുമായി എത്തി. ഇരുവിഭാഗവും തമ്മിൽ വാക്കുതർക്കം. ആലപ്പുഴയിൽ കണ്ടത് ബണ്ടിച്ചോറിനെ അല്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ബണ്ടിച്ചോറുമായി രൂപസാദൃശ്യമുള്ള മാവേലിക്കര സ്വദേശിയാണ് കണ്ടത്. ഇയാൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണെന്നും പോലീസ്. ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന് BCCI. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബൈയിലോ ശ്രീലങ്കയിലോ നടത്തണമെന്ന് ICCIയോട് ആവശ്യപ്പെടും. പാകിസ്ഥാൻ വേദിയാകുന്ന ചാമ്പ്യൻസ് ട്രോഫി അടുത്ത ഫെബ്രുവരിയിൽ. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.